കഠിനംകുളത്തെ നാട്ടുകാരെ സംബന്ധിച്ചേറെ നടുക്കമുണ്ടാക്കിയ വാർത്തയായിരുന്നു ആതിര എന്ന യുവതിയുടെ കൊലപാതകം. കഠിനംകുളം കൊലപാതക കേസിലെ പ്രതി ജോൺസൺ ഔസേപ്പിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ട്. ആരോഗ്യനില പൂർണ്ണമായും വീണ്ടെടുത്ത ശേഷം ഡിസ്ചാർജ് ചെയ്യാനാണ് ഡോക്ടർമാരുടെ തീരുമാനം. ഡിസ്ചാർജ് ചെയ്ത ശേഷം കഠിനംകുളത്തെത്തിച്ച് തെളിവെടുപ്പ് അടക്കം നടത്താനാണ് പോലീസിന്റെ നീക്കം. വിശദാംശങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, ഈ കഠിനംകുളം ആതിര കൊലക്കേസിൽ പോലീസിന്റെ പിടിയിലാകുന്നതിന് തൊട്ടു മുൻപായിരുന്നു ഈ പ്രതി ജോൺസൺ ആത്മഹത്യക്ക് ശ്രമിച്ചത്. പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇയാളെ പ്രവേശിപ്പിക്കുന്നു. നിലവില് ആരോഗ്യനില മെച്ചപ്പെടുന്നുണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരം. അങ്ങനെയെങ്കിൽ ഉടൻ തന്നെ തെളിവെടുപ്പ്, പ്രതിയുടെ ചോദ്യം ചെയ്യലടക്കം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? തെളിവെടുപ്പ് ഉടൻ ഉണ്ടാകാനുള്ളൊരു സാധ്യതയില്ല. കാരണം ആരോഗ്യനില പൂർണ്ണമായി വീണ്ടെടുത്തതിന് ശേഷം മാത്രം പ്രതിയെ സംഭവ സ്ഥലത്ത് എത്തിച്ച് നേരിട്ട് തെളിവെടുപ്പ് നടത്തിയാൽ മതി എന്നൊരു തീരുമാനത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഉള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ 48 മണിക്കൂർ നേരത്തെ നിരീക്ഷണമായിരുന്നു പോലീസ് ആദ്യം പറഞ്ഞിരുന്നത്. ആ സമയപരിധി ഇന്ന് വൈകുന്നേരം അവസാനിക്കും. അതിനുശേഷം നാളെ വിശദമായ പരിശോധന നടക്കും ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ. പിന്നീട് പൂർണ്ണമായി മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തിയാൽ മാത്രമേ പ്രാഥമികമായ ഒരു ചോദ്യം ചെയ്യൽ നടക്കുകയുള്ളൂ. അത് ഒരുപക്ഷെ തിരുവനന്തപുരത്ത് എത്തിച്ചതിന് ശേഷമായിരിക്കാം അങ്ങനെ ഒരു ചോദ്യം ചെയ്യൽ. ആ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ തെളിവെടുക്കുന്നതിന്റെ ഭാഗമായി കഠിനംകുളത്തേക്ക് ജോൺസൺ ഔസേപ്പിനെ എത്തിക്കുകയുള്ളൂ എന്നാണ് സൂചന. എന്തായാലും ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ആശങ്കകൾക്ക് ഇനി അടിസ്ഥാനമില്ല. ആശങ്കാജനകമായ സാഹചര്യം മാറിയിരിക്കുന്നു. ആരോഗ്യനില വീണ്ടെടുത്തിട്ടുണ്ട് എന്നാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് പുറത്തു വരുന്ന വിവരം. അതിനുശേഷം വിശദമായ പരിശോധനകൾ കൂടി പൂർത്തിയാക്കി നാളെ ഡോക്ടർമാരുടെ ഒരു റിപ്പോർട്ട് കൂടി ലഭിച്ചതിന് ശേഷമായിരിക്കും കസ്റ്റഡിയിൽ കഴിയുന്ന പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യലായി തിരുവനന്തപുരത്തേക്ക് എത്തിച്ച് പിന്നീട് തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള തുടർ നീക്കങ്ങളിലേക്ക് പോലീസ് കടക്കുക. ഡാൻ, ഈ പോലീസിന് കഴിഞ്ഞ ദിവസം ഈ പ്രതി നൽകിയ മൊഴി അനുസരിച്ച് ഈ കിടപ്പ് മുറിയിൽ വെച്ചാണ് ആതിരയെ കൊലപ്പെടുത്തിയെന്ന് ഇയാൾ തുറന്ന് സമ്മതിച്ചിരുന്നു. പക്ഷേ ഈ കൊലപാതകത്തിന്റെ കാരണം സംബന്ധിച്ചൊരു വ്യക്തത വന്നിട്ടുണ്ടോ? ആദ്യം ഘട്ടത്തിൽ പുറത്തു വന്ന വിവരം ഇരുവരും തമ്മിലുള്ള ചില സാമ്പത്തിക ഇടപാടിന്റെ തർക്കം, ഈ ഭീഷണിപ്പെടുത്തിയ ആതിരയിൽ നിന്നും, ബ്ലാക്ക്മെയിൽ ചെയ്ത ആതിരയിൽ നിന്നും ഈ പ്രതി ജോൺസൺ പണം തട്ടിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട തർക്കം ഒരു കൊലപാതകത്തിന് കാരണമായിരിക്കാമെന്നായിരുന്നു തുടക്കത്തിൽ നിഗമനമെങ്കിൽ പിന്നീട് ഈ ബന്ധത്തിൽ നിന്നും ആതിര പിന്മാറാൻ ശ്രമിച്ചതാണ് താൻ കൊലപ്പെടുത്താനുള്ള കാരണമെന്ന് ഇയാൾ സമ്മതിച്ചിരുന്നല്ലോ. ഇതിൽ പോലീസ് നൽകുന്ന വിവരം എന്താണ്? ഒരുപാട് ഊഹാപോഹങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പോലീസ് വിശദമായി ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയാൽ മാത്രമേ എന്താണ് ജോൺസൺ ഔസേപ്പ് ആതിരയ്ക്ക് നേരെ ഇങ്ങനെയൊരു ആക്രമണം നടത്താനുണ്ടായ സാഹചര്യമെന്ന് വ്യക്തമാകുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഈ രണ്ടുപേരുടെയും മൊബൈൽ ഫോണുകളടക്കം വിശദമായ പരിശോധനകൾക്ക് വിധേയമാക്കും. അതോടൊപ്പം തന്നെ ഇവർ ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് പരിചയപ്പെട്ടത് എന്നാണ് പറയുന്നത്. അതിനുശേഷം പിന്നീട് അവർക്കിടയിൽ ഉണ്ടായ സൗഹൃദം എങ്ങനെയായിരുന്നു, അത് അതിരുവിട്ട തരത്തിലേക്ക് മാറുകയും പിന്നീട് ആ ബന്ധത്തിൽ നിന്ന് അകന്നു മാറാൻ ഈ യുവതി ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായി നടത്തിയ പരിശോധനയിലെ കണ്ടെത്തൽ. അപ്പോൾ ജോൺസൺ ഔസേപ്പ് ഭീഷണിയുടെ ഒരു സ്വരം സ്വീകരിക്കുകയായിരുന്നു. ആ ശൈലിയിൽ ഭയപ്പെടുത്തി വരുതിയിലാക്കാനുള്ള നീക്കം, ഈ യുവതിയെ വരുതിയിലാക്കാനുള്ള ഒരു നീക്കം ജോൺസൺ ഔസേപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായി. കുടുംബത്തെ ഉപേക്ഷിച്ച് തനിക്കൊപ്പം വരണമെന്ന ഒരു കടുത്ത നിലപാടടക്കം ജോൺസൺ മുമ്പോട്ട് വെച്ചു. അത് യുവതിക്ക് സമ്മതിക്കാൻ കഴിയുന്ന കാര്യമായിരുന്നില്ല. അതടക്കമുള്ള വിഷയങ്ങൾ അവർക്കിടയിലെ ബന്ധം കൂടുതൽ വഷളാക്കിയെന്നാണ് പ്രാഥമികമായി നടത്തിയ ചോദ്യം ചെയ്യലിലും പരിശോധനയിലും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. അതിനിടയിലാണ് ഉപായത്തിൽ കഴിഞ്ഞ ദിവസം ജോൺസൺ ഔസേപ്പ് ഈ കഠിനംകുളത്തെ യുവതിയുടെ വീട്ടിലേക്ക് എത്തുന്നതും പിന്നീട് ദാരുണമായ കൊലപാതകം ഈ കിടപ്പറയ്ക്കുള്ളിൽ വെച്ച് നടക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഈ പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യാൻ മാത്രമേ പെട്ടെന്ന് അങ്ങനെയൊരു തീരുമാനത്തിലേക്ക് കടന്നതാണോ, അതിനപ്പുറത്തേക്ക് ഇങ്ങനെയൊരു പ്രകോപനം ഉണ്ടാകാനുള്ള സാഹചര്യം എന്താണ്, ഇതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത കൈവരണമെങ്കിൽ വിശദമായ ചോദ്യം ചെയ്യൽ അനിവാര്യമാണ്. അതോടൊപ്പം ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് തനിക്ക് ഈ യുവതിയെ നഷ്ടപ്പെടുമെന്നൊരു വിചാരം ഇയാൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം അദ്ദേഹം മാനസികമായി ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിലായിരുന്നില്ല. ആ ഒരു വൈകാരിക തലത്തിൽ നിന്നുകൊണ്ടാണ് ഇങ്ങനെയൊരു പ്രതികാരത്തിന് തയ്യാറെടുത്തത്. അതാണ് കിടപ്പറയ്ക്കുള്ളിൽ വെച്ച് അപായപ്പെടുത്തുക എന്ന ഒരു കൃത്യമായ ആസൂത്രണത്തോടെ
വീട്ടിലെത്തി. പിന്നീട് അങ്ങനെയൊരു ബന്ധത്തിന് ശേഷം അത് കൊലപാതകത്തിലേക്ക് വഴിമാറുന്ന സാഹചര്യം ഉണ്ടായത് എന്ന വിവരങ്ങളാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നത്. എന്തായാലും ആശുപത്രിയിൽ നിന്ന് ആരോഗ്യനില വീണ്ടെടുത്ത് പുറത്തെത്തിച്ചാലുടൻ വിശദമായ ചോദ്യം ചെയ്യലിന് ജോൺസൺ ഔസേപ്പിനെ പോലീസ് തിരുവനന്തപുരത്തേക്ക് എത്തിക്കും. ആ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും പിന്നീട് സംഭവ സ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പിലേക്ക് കടക്കുക. പക്ഷേ പോലീസിന് മുമ്പിൽ വെല്ലുവിളിയായി മാറുന്നത് അവിടെ ജനരോഷം ഉയരാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ്. കാരണം വളരെ ഞെട്ടലുളവാക്കുന്ന ഒരു കൊലപാതകമാണ് സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ പ്രതിയെ സംഭവ സ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തുമ്പോൾ ഉണ്ടാകാനിടയുള്ള ജനരോഷം കണക്കിലെടുത്തുകൊണ്ട് ഈ നീക്കങ്ങളടക്കം അതീവ രഹസ്യമായി തന്നെ പൂർത്തിയാക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് അന്വേഷണ സംഘത്തിന്റെ നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുന്നത്. യെസ്, വ്യക്തമാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം കഠിനംകുളം കൊലക്കേസിൽ പോലീസ് പിടികൂടാൻ എത്തിയപ്പോഴാണ് പ്രതി ജോൺസൺ ഔസേപ്പ് ആത്മഹത്യക്ക് ശ്രമിച്ചത്. നിലവിൽ കോട്ടയത്തെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ട്. ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് വാങ്ങിയ ശേഷം പോലീസ് വിശദമായി ചോദ്യം ചെയ്യും. തുടർന്ന് തെളിവെടുപ്പിനെത്തിക്കും. ഡാൻ സൂചിപ്പിച്ചതുപോലെ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഏറെ കരുതലോടെയായിരിക്കും പോലീസിന്റെ തുടർ നീക്കങ്ങൾ.